മുംബൈ നഗരത്തിന്റെ തിരക്കേറിയ തെരുവുകൾക്കിടയിൽ ജീർണിച്ച ഒരു കൂറ്റൻ കെട്ടിടം പോലെ നിൽക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജ്. അവിടുത്തെ അന്തരീക്ഷം പോലും ഒരു വലിയ നെടുവീർപ്പ് പോലെയായിരുന്നു. ഫിനോയിലിന്റെയും മരുന്നുകളുടെയും രൂക്ഷഗന്ധം, വേദന കൊണ്ട് പുളയുന്ന രോഗികളുടെ ദീനരോദനങ്ങൾ, ഇടനാഴികളിലൂടെ സ്ട്രക്ചറുമായി പായുന്ന വാർഡ് ബോയ്മാർ. ഓരോ നിമിഷവും ജീവിതവും മരണവും തമ്മിലുള്ള നിത്യപോരാട്ടം നടക്കുന്ന ഒരിടം. ആ വലിയ ജനറൽ വാർഡിലെ നൂറുകണക്കിന് രോഗികൾക്കിടയിൽ ഒരു കുളിർക്കാറ്റ് പോലെ ഒരു ശാന്തമായ മുഖവുമായി ഓടി നടക്കുന്ന ഒരാളുണ്ടായിരുന്നു. ദേവു, 28 വയസ്സ്. അവളുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു തിളക്കമുണ്ടായിരുന്നു. എന്നാൽ ആ തിളക്കത്തിന് പിന്നിൽ അനുഭവങ്ങളുടെ വലിയ കടൽ തന്നെയുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷമായി ആ ജനറൽ വാർഡിലെ തിരക്കുകൾക്കിടയിൽ ഓടി നടക്കുമ്പോൾ സ്വന്തം വേദനകൾ മറക്കാൻ ദേവു പഠിച്ചു കഴിഞ്ഞിരുന്നു. പാലക്കാട്ടെ ഒരു കുഗ്രാമത്തിൽ നിന്ന് പട്ടിണിയോടും പ്രാരാബ്ദങ്ങളോടും പൊരുതിയാണ് അവൾ മുംബൈ എന്ന ഈ മായാ നഗരത്തിലെത്തിയത്. ദേവുവിന് മോഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കർക്കിടകത്തിലെ കനത്ത മഴയിൽ പാട്ട പെറുക്കി വെക്കുന്ന ചോർന്നൊലിക്കുന്ന ആ പഴയ വീടിൻ്റെ മേൽക്കൂരയൊന്ന് മാറ്റി മേയണം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ തളർന്ന അച്ഛനും അമ്മയ്ക്കും കൃത്യസമയത്ത് മരുന്നും ഭക്ഷണവും എത്തിക്കണം. എല്ലാറ്റിനുമുപരി പഠിക്കാൻ മിടുക്കനായ അനുജനെ നല്ല നിലയിലെത്തിക്കണം. താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അവനെ ബാധിക്കരുത് എന്ന വാശി അവൾക്കുണ്ടായിരുന്നു. കൂടെ ജോലി ചെയ്യുന്ന പലർക്കും ആ ജോലി വെറുമൊരു ഉപജീവനമാർഗം മാത്രമായിരുന്നു. ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ അവർ നഗരത്തിലെ ആഘോഷങ്ങളിലേക്കും തിളക്കങ്ങളിലേക്കും പോകും. എന്നാൽ ദേവു അത് വെറുമൊരു ജോലിയായിരുന്നില്ല. ജനറൽ വാർഡിലെ തിരക്കിനിടയിൽ മരണത്തോട് മല്ലിടുന്ന ഓരോ രോഗിയിലും അവൾ സ്വന്തം അച്ഛനെയോ അമ്മയെയോ കണ്ടു. മുംബൈയിലെ തിരക്കേറിയ തെരുവുകളിലൂടെ നടക്കുമ്പോഴും അവളുടെ മനസ്സ് പാലക്കാട്ടെ ആ ചെറിയ വീടിൻ്റെ ഉമ്മറത്തായിരുന്നു. ക്ഷീണം തളർത്തിയ രാത്രികളിൽ ഹോസ്റ്റലിലെ ചെറിയ മുറിയിൽ കിടക്കുമ്പോൾ പുറത്തെ മഴയുടെ താളം അവൾ ശ്രദ്ധിക്കും. ആ മഴ പെയ്യുന്നത് തൻ്റെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ വീട് ചോരുന്നുണ്ടാകുമോ എന്ന ആകുലത അവളുടെ ഉറക്കം കെടുത്തും. ഓരോ മാസവും നാട്ടിലേക്ക് അയക്കുന്ന ചെറിയ തുകയ്ക്കൊപ്പം അവൾ അയക്കുന്നത് അവളുടെ ആയുസ്സിൻ്റെ പകുതി കൂടിയാണെന്ന് ആരും അറിഞ്ഞില്ല. ദേവുവിന് ആ വെളുത്ത യൂണിഫോം ഒരു വേഷം മാത്രമല്ലായിരുന്നു, അതൊരു നിയോഗമായിരുന്നു. രോഗികൾ അവളെ സ്നേഹത്തോടെ ദേവുട്ടി എന്നും മോളി എന്നും വിളിച്ചു. മരുന്നിനേക്കാൾ അവളുടെ കൈപുണ്യം കൊണ്ടും ആ മനസ്സിലെ സ്നേഹം കൊണ്ടുമാണ് പലരും അവിടെ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നത്. കൃത്യം 1 മാസം മുൻപാണ് ആ സംഭവം നടന്നത്. പൊള്ളുന്ന വെയിലുള്ള ഒരു ഉച്ചതിരിഞ്ഞ നേരത്ത് പോലീസ് ജീപ്പിൽ ബോധരഹിതനായ ഒരു വൃദ്ധനെ കൊണ്ടുവന്നു. നഗരത്തിലെ ഒരു പാർക്കിലെ ബെഞ്ചിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ വീണു കിടക്കുകയായിരുന്നു അദ്ദേഹം. ഏകദേശം 70 വയസ്സ് പ്രായം തോന്നും. നരച്ച മുടി, മെലിഞ്ഞ ശരീരം, വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നുവെങ്കിലും അത് അഴുക്കുപുരണ്ട് മുഷിഞ്ഞിരുന്നു. ബ്രെയിൻ ഹെമറേജ്. ഡോക്ടർമാരുടെ വിധി അതായിരുന്നു. അദ്ദേഹം ഗാഢമായ കോമയിലായിരുന്നു. തിരിച്ചറിയാൻ ഒരു രേഖയും ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. ബന്ധുക്കൾ ആരും എത്താത്തതുകൊണ്ട് ആശുപത്രി രജിസ്റ്ററിൽ അൺനോൺ എന്ന ലേബലിൽ വാർഡിൻ്റെ ഏറ്റവും അറ്റത്തുള്ള 25-ാം നമ്പർ ബെഡിൽ അദ്ദേഹത്തെ കിടത്തി. മറ്റുള്ള നഴ്സുമാരും ഡോക്ടർമാർക്കും അദ്ദേഹം വെറുമൊരു അനാഥശവം മാത്രമായിരുന്നു. മരിക്കാൻ കാത്തുകിടക്കുന്ന ആർക്കും വേണ്ടാത്ത ഒരു ജന്മം. ദേവു ആ വാർഡിലേക്ക് എത്തിയപ്പോൾ 25-ാം നമ്പർ ബെഡിലെ ആ വൃദ്ധൻ അവളിൽ ഒരു നോവായി പടർന്നു. ഓർമ്മകളുടെ ഭാരമില്ലാതെ വെളുത്ത വിരിപ്പുകൾക്കിടയിൽ നിശബ്ദനായി കിടക്കുന്ന ഒരാൾ. ആദ്യമായി അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്ന് ആ ചുളിവുകൾ വീണ നെറ്റിയിൽ വിരലുകൾ തൊട്ടപ്പോൾ ദേവുവിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ആ തണുത്ത സ്പർശനത്തിൽ അവൾ കണ്ടത് നാട്ടിൽ തന്നെ കാത്തിരിക്കുന്ന സ്വന്തം അച്ഛൻ്റെ മുഖമായിരുന്നു. അന്നു മുതൽ 25-ാം നമ്പർ ബെഡിലെ ആ അനാഥൻ ദേവുവിന് വെറും ഒരു രോഗിയല്ലാതെയായി മാറി. ഡ്യൂട്ടി സമയം കഴിഞ്ഞാലും ഹോസ്പിറ്റലിലെ തിരക്കുകളിൽ നിന്ന് മാറി അവൾ അദ്ദേഹത്തിന് കൂട്ടിരിക്കും. ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയ തുണി കൊണ്ട് ആ ശരീരം തുടർച്ച് വൃത്തിയാക്കുമ്പോഴും മുടി ചീക്കി ഒതുക്കുമ്പോഴും സ്വന്തം അച്ഛനെ പരിചരിക്കുന്ന ഒരു മകളുടെ കരുത്തായിരുന്നു അവൾക്ക്. മൂക്കിലെ ട്യൂബിലൂടെ ഭക്ഷണം നൽകുമ്പോൾ അവൾ വെറുതെ ഇരിക്കില്ല. നാട്ടിലെ വിശേഷങ്ങളും തൻ്റെ കൊച്ചു കൊച്ചു പരിഭവങ്ങളും അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. മറുപടിയായി ഒരു ചെറു ചലനം പോലും ഇല്ലെങ്കിലും ആ അടഞ്ഞ കണ്ണുകൾക്ക് പിന്നിൽ അദ്ദേഹം എല്ലാം കേൾക്കുന്നുണ്ടെന്ന് അവൾ വിശ്വസിച്ചു. സഹപ്രവർത്തകരായ റീത്ത പലപ്പോഴും ഇത് കണ്ട് പരിഹസിക്കുമായിരുന്നു. എന്തിനാ ദേവു നീ ഇങ്ങനെ വെറുതെ സമയം കളയുന്നത്? ഇയാൾക്ക് ആരുമില്ലെന്ന് നിനക്കറിയില്ലേ? ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത ഈ മനുഷ്യന് നീ ഇതൊക്കെ ചെയ്യുന്നത് അറിയാൻ പോലും ആകില്ല. പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ നോക്ക് പെണ്ണേ. റീത്തയുടെ വാക്കുകൾ കേട്ട് ദേവു ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരു കടലിൻ്റെ അത്രയും സ്നേഹമുണ്ടായിരുന്നു. ആരുമില്ലാത്തവരുടെ കൂടെയല്ലേ ചേച്ചി നമ്മൾ കൂട്ടിയിരിക്കേണ്ടത്? ബോധമില്ലാതെ കിടക്കുകയാണെങ്കിലും ഈ സ്പർശനമെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സ് അറിയുന്നുണ്ടാകും.
എന്നെങ്കിലും എൻ്റെ അച്ഛൻ ഇതേപോലെ ഒരവസ്ഥയിൽ എവിടെയെങ്കിലും കിടക്കേണ്ടി വന്നാൽ അന്ന് അദ്ദേഹത്തെ പരിചരിക്കാനും ആരെങ്കിലും ഇതുപോലെ വരാതിരിക്കില്ല. അവൾ ആ വൃദ്ധൻ്റെ കൈവെള്ളയിൽ മെല്ലെ തഴുകി. പുറത്തു പെയ്യാൻ തുടങ്ങുന്ന മഴയുടെ തണുപ്പിലും ആ മുറിയിൽ സ്നേഹത്തിൻ്റെ ഒരു വലിയ ചൂട് പടരുന്നുണ്ടായിരുന്നു. ഇതൊരു കടമയായിട്ടല്ല, എൻ്റെ പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂട്ടിരിക്കാനും എല്ലാവർക്കും ഭാഗ്യം കിട്ടണമെന്നില്ലല്ലോ. ദേവു തന്നോട് തന്നെ മന്ത്രിച്ചു. ഓരോ ദിവസവും അവൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ അവളുടെ കയ്യിൽ ക്ഷേത്രത്തിലെ ചന്ദനവും ഭസ്മവും ഉണ്ടാകും. മുറിയിലെ മരുന്നിൻ്റെ ഗന്ധത്തിനിടയിലും ആ ചന്ദനഗന്ധം ഒരു പോസിറ്റീവ് എനർജി നിറച്ചു. അവൾ വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ആ ഭസ്മം തൊടുവിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ശാന്തത പടരുന്ന പോലെ അവൾക്ക് തോന്നും. വൈകുന്നേരങ്ങൾ ദേവുവിന് ഏറെ പ്രിയപ്പെട്ടതാണ്. ജനലിലൂടെ തഴുകി വരുന്ന ഇളങ്കാറ്റേറ്റ് സന്ധ്യാസമയത്ത് അവൾ സുന്ദരകാന്ഡം മെല്ലെ വായിക്കും. വായനയ്ക്കിടയിൽ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കും, എപ്പോഴെങ്കിലും ആ കൺപോളകൾ ഒന്നനങ്ങുമോ എന്നറിയാൻ. ചില ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊടുക്കുമ്പോൾ ആ മുറിയിലാകെ ഒരു ദിവ്യത്വം നിറയും. നേഴ്സ് എന്ന നിലയിൽ കിട്ടുന്ന തൻ്റെ ചെറിയ ശമ്പളത്തിൽ നിന്ന് ഓരോ രൂപയും കരുതി വെച്ച് അവൾ അദ്ദേഹത്തിന് പുതിയ മൃദുവായ പുതപ്പും വസ്ത്രങ്ങളും വാങ്ങി. ഇത് പുതച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല സുഖം കിട്ടും എന്നൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന് മാറ്റങ്ങളൊന്നുമില്ല. ശരീരം നിശ്ചലമാണ്, കണ്ണുകൾ അടഞ്ഞു തന്നെയിരിക്കുന്നു. പുറംലോകം അദ്ദേഹം തിരിച്ചു വരുമെന്ന പ്രതീക്ഷ കൈവിട്ടിരിക്കാം. പക്ഷേ ദേവുവിൻ്റെ ഉള്ളിലെ പ്രതീക്ഷയ്ക്ക് ഇന്നും പഴയതിനേക്കാൾ കരുത്തുണ്ട്. ആത്മാർത്ഥമായ ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനയ്ക്കും വിധി മാറ്റിയെഴുതാൻ കഴിയുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അതൊരു തിങ്കളാഴ്ചയായിരുന്നു. നഗരത്തിലെ ആ തിരക്കേറിയ സർക്കാർ ആശുപത്രിയുടെ പ്രധാന കവാടം പൊടി പിടിച്ച ആംബുലൻസുകളുടെയും മരുന്നിൻ്റെയും ഗന്ധം വമിക്കുന്ന വായുവിൻ്റെയും ഇടയിലേക്ക് തികച്ചും അന്യമായ ഒന്ന് കടന്നു വന്നു. കറുത്ത നിറത്തിൽ വെട്ടിത്തിളങ്ങുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ആഡംബരക്കാർ. ചേരി പ്രദേശത്തിന് നടുവിലുള്ള ആ ആശുപത്രി മുറ്റത്ത് ആഡംബരത്തിൻ്റെ ആ ആൾരൂപം ഒരു അന്യഗ്രഹ പേടകം വന്നു നിന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയത്. ചുറ്റുമുള്ളവർ അമ്പരപ്പോടെ നോക്കി നിൽക്കെ കാറിൻ്റെ ഡോർ തുറന്ന് വില കൂടിയ ഇറ്റാലിയൻ സ്യൂട്ട് ധരിച്ച ഏകദേശം 32 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവ് പരിഭ്രാന്തിയോടെ പുറത്തേക്ക് ഓടിയിറങ്ങി. അതായിരുന്നു സിദ്ധാർത്ഥ് മേനോൻ. ലണ്ടൻ ആസ്ഥാനമായുള്ള ശതകോടികളുടെ ആസ്തിയുള്ള റോയൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഏക അവകാശി. തൻ്റെ സാമ്രാജ്യത്തിലെ എല്ലാ സൗകര്യങ്ങളും വിട്ട് വിയർത്തൊഴുകി പരിഭ്രമത്തോടെ അയാൾ ആ ഇടനാഴികളിലൂടെ ഓടുമ്പോൾ അവിടെയുള്ളവർക്ക് അയാൾ ഒരു അത്ഭുതമായിരുന്നു. തൻ്റെ പണത്തിന് വാങ്ങാൻ കഴിയാത്ത എന്തോ ഒന്ന് ആ ജീർണിച്ച കെട്ടിടത്തിനുള്ളിൽ ഉണ്ടെന്ന തിരിച്ചറിവ് അയാളുടെ മുഖത്ത് നിഴലിച്ചിരുന്നു. സിദ്ധാർത്ഥ് നേരെ റിസപ്ഷനിലേക്ക് പാഞ്ഞെടുത്തു. പുറത്ത് എയർ കണ്ടീഷൻ ചെയ്ത കാറിൽ നിന്ന് ഇറങ്ങിയിട്ടും അയാൾ വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ തൻ്റെ ഐഫോൺ നീട്ടി അതിലെ ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് അയാൾ തകർന്ന ശബ്ദത്തിൽ ചോദിച്ചു, രാഘവൻ, ഈ പേരിൽ ഒരാൾ ഇവിടെ ചികിത്സയിലുണ്ടോ? എൻ്റെ അച്ഛനാണ്. കഴിഞ്ഞ ഒരു മാസമായി ഞാൻ ഈ ലോകം മുഴുവൻ ഭ്രാന്തനെ പോലെ അദ്ദേഹത്തിന് വേണ്ടി തിരയുകയാണ്. പ്ലീസ് ഒന്ന് ചെക്ക് ചെയ്യൂ. അയാളുടെ വാക്കുകളിൽ ഒരു മകൻ്റെ ആകുലത മുഴുവനുണ്ടായിരുന്നു. റിസപ്ഷനിസ്റ്റ് വേഗം കമ്പ്യൂട്ടറിലെ ഡാറ്റാബേസും പഴയ രജിസ്റ്ററുകളും പരിശോധിച്ചു. മിനിറ്റുകൾ നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം അവൾ നിസ്സഹായതയുടെ തലയാട്ടി പറഞ്ഞു, സോറി സർ, രാഘവൻ എന്ന പേരിൽ ഒരു രോഗിയും ഇവിടെ അഡ്മിറ്റ് ആയിട്ടില്ല. ആ മറുപടി ഒരു പ്രഹരം പോലെയാണ് സിദ്ധാർത്ഥിന് അനുഭവപ്പെട്ടത്. പ്രതീക്ഷയുടെ അവസാന കച്ചിതുരുമ്പും ഇല്ലാതായതുപോൽ അയാൾ തകർന്നുപോയി. ഭിത്തിയിൽ ചാരി നിന്ന് അയാൾ തലയിൽ കൈവച്ചു. തൻ്റെ കോടികളുടെ സമ്പാദ്യവും സ്വാധീനവും ആ ചെറിയ റിസപ്ഷൻ കൗണ്ടറിന് മുന്നിൽ നിഷ്പ്രഭമായത് അയാൾ തിരിച്ചറിഞ്ഞു. അഹങ്കാരത്തിൻ്റെയും ബിസിനസ് സാമ്രാജ്യത്തിൻ്റെയും പേരിൽ അച്ഛനുമായി വഴക്കിട്ട് ലണ്ടനിലേക്ക് വിമാനം കയറുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ പകയായിരുന്നു. ഇനി ഒരിക്കലും എൻ്റെ മുഖം കാണില്ല, സ്വന്തം കാര്യം നോക്കി ഞാൻ ജീവിച്ചോളാം എന്ന് അച്ഛൻ്റെ മുഖത്തു നോക്കി ആക്രോശിച്ചാണ് അയാൾ അന്ന് ഇറങ്ങിപ്പോയത്. പക്ഷേ അച്ഛനെ കാണാനില്ലെന്ന വാർത്ത അറിഞ്ഞ നിമിഷം ആ പകയെല്ലാം കുറ്റബോധത്തിൻ്റെ കനലായി മാറി. കൈപ്പിടിയിലുള്ള ബിസിനസ് സാമ്രാജ്യമെല്ലാം വലിച്ചെറിഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യാനായി ഓടിയെത്തിയതാണ് അയാൾ. അന്വേഷിച്ച ഒരിടത്തും അച്ഛനില്ല. നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ് ശൂന്യമായ മനസ്സോടെ സിദ്ധാർത്ഥ് തിരികെ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ചായക്കപ്പുമായി വന്ന പ്രായമായ ഒരു അറ്റൻഡർ സിദ്ധാർത്ഥിൻ്റെ കയ്യിലിരുന്ന ഐഫോണിലെ ഫോട്ടോയിലേക്ക് ആകസ്മികമായി നോക്കിയത്. അയാൾ നടന്നുപോയ സിദ്ധാർത്ഥിനെ ഉറക്കെ വിളിച്ചു, സാർ, ഒരു നിമിഷം നിൽക്കൂ. സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കി. അയാൾ വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് ആ ഫോണിലെ ചിത്രത്തിലേക്ക് ചൂണ്ടി ചോദിച്ചു, സാർ, ഈ മുഖം, ഇത് ഞങ്ങളുടെ വാർഡിലെ 25 നമ്പർ ബെഡിലുള്ള ആളല്ലേ? പേര് അറിയില്ല, ബോധമില്ലാതെ കൊണ്ടുവന്നതാണ്. ഞങ്ങളെല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ അനാഥനായ അച്ഛൻ എന്നാണ് വിളിക്കാറുള്ളത്. അനാഥൻ, ആ വാക്ക് ഒരു വെടിയുണ്ട പോലെ സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിൽ തുളച്ചു കയറി. ശതകോടിയുടെ ആസ്തിയുള്ള
റോയൽ ഗ്രൂപ്പിന്റെ അധിപൻ ജീവിച്ചിരിക്കുമ്പോൾ തന്റെ അച്ഛൻ ഒരു സർക്കാർ ആശുപത്രിയിലെ ഇരുളടഞ്ഞ വാർഡിൽ അനാഥനായി കിടക്കുന്നു. ഉള്ളിലെവിടെയോ ഒരു വലിയ ഡാം തകരുന്നതുപോലെ അയാൾക്ക് തോന്നി. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതുപോലെ. തന്റെ സമ്പാദ്യമെല്ലാം ഒരു നിമിഷം കൊണ്ട് വെണ്ണീറാകുന്നത് അയാൾ തിരിച്ചറിഞ്ഞു. ആ അറ്റൻഡറുടെ വാക്കുകൾ സിദ്ധാർത്ഥിന്റെ കാതുകളിൽ ഇരമ്പിക്കൊണ്ടിരുന്നു. അനാഥൻ. ആ വാക്ക് അവന്റെ നെഞ്ചിൽ ഒരു കനലായി എരിഞ്ഞു. ഒട്ടും വൈകാതെ ആ അറ്റൻഡറിന് പിന്നാലെ ജനറൽ വാർഡിലേക്ക് ഓടി. മരുന്നിന്റെ കടുപ്പമേറിയ ഗന്ധവും വേദന കൊണ്ട് പുളയുന്ന രോഗികളുടെ ഞരക്കങ്ങളും ആ അന്തരീക്ഷത്തെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. ആധുനിക സൗകര്യങ്ങളുള്ള ലണ്ടനിലെ ആശുപത്രികൾ കണ്ടു ശീലിച്ച സിദ്ധാർത്ഥിന് ആ ഇടുങ്ങിയ മുറിയിലെ തിരക്കും അഴുക്കും അസഹനീയമായി തോന്നി. വാർഡിന്റെ ഏറ്റവും ഒടുവിലെ മൂലയിൽ വെന്റിലേറ്ററിന്റെയും BP മോണിറ്ററുകളുടെയും ഇടതടവില്ലാത്ത ബീപ്പ് ശബ്ദങ്ങൾക്കിടയിൽ ആ രൂപം അവൻ കണ്ടു. അവൻ ധരിച്ചുപോയി. തൻ്റെ അച്ഛൻ, ലോകം മുഴുവൻ ആദരിച്ചിരുന്ന റോയൽ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ അധിപൻ രാഘവൻ പിള്ള, ഇന്നിതാ ആരുമില്ലാത്തവനെ പോലെ സർക്കാർ ആശുപത്രിയിലെ മുഷിഞ്ഞ വിരിപ്പിൽ ജീവന് വേണ്ടി മല്ലിടുന്നു. അച്ഛൻ്റെ മെലിഞ്ഞുണങ്ങിയ കൈകളും വിളറിയ മുഖവും കണ്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഉള്ളിലെ അഹങ്കാരമെല്ലാം കണ്ണുനീരായി പുറത്തേക്ക് ഒലിച്ചിറങ്ങി. പക്ഷേ ആ സങ്കടം പെട്ടെന്ന് തന്നെ കടുത്ത ദേഷ്യമായി മാറി. തൻ്റെ അച്ഛനെ ഇത്തരമൊരു അവസ്ഥയിൽ കിടത്തിയ ആശുപത്രി അധികൃതരോടും വിധിയോടും അവന് അടങ്ങാനാകാത്ത രോക്ഷം തോന്നി. അവൻ അവിടെയുണ്ടായിരുന്ന ഡോക്ടർമാരുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. എൻ്റെ അച്ഛനെയാണോ നിങ്ങൾ ഇങ്ങനെ മൃഗങ്ങളെപ്പോലെ ഈ ഇടുങ്ങിയ മുറിയിൽ ഇട്ടിരിക്കുന്നത്? അവൻ ആക്രോശിച്ചു. സിദ്ധാർത്ഥിൻ്റെ ശബ്ദം ആ ജനറൽ വാർഡിൻ്റെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഡോക്ടർമാരും ജീവനക്കാരും ഭയത്തോടെ പിന്നോട്ട് മാറി. പക്ഷേ ആ ബഹളങ്ങൾക്കിടയിലും സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ ഒരിടത്ത് ഉടക്കി നിന്നു. എല്ലാ കോലാഹലങ്ങൾക്കും നടുവിൽ ഒരു ശാന്തമായ ദ്വീപ് പോലെ ഒരാൾ, ഒരു നഴ്സ്. ചുറ്റും നടക്കുന്ന തർക്കങ്ങളോ തൻ്റെ സാന്നിധ്യമോ ഒന്നും അവൾ ശ്രദ്ധിക്കുന്നേയില്ല. അവൾ വളരെ വാത്സല്യത്തോടെ ഇളം ചൂടുവെള്ളത്തിൽ നനച്ച തുണികൊണ്ട് അച്ഛൻ്റെ വിളറിയ മുഖം തുടച്ചു കൊടുക്കുകയായിരുന്നു. ആ സ്പർശനത്തിൽ ഒരു പ്രൊഫഷണൽ നഴ്സിൻ്റെ കടമയല്ല സിദ്ധാർത്ഥ് കണ്ടത്, മറിച്ച് ഒരു മകൾക്ക് അച്ഛനോടുള്ള നിഷ്കളങ്കമായ സ്നേഹമായിരുന്നു. അഴുക്കും പൊടിയും നിറഞ്ഞ രോഗികളുടെ ശ്വാസം മുട്ടിക്കുന്ന ആ വാർഡിൽ അവൾ മാത്രം ഒരു പ്രകാശകിരണമായി തോന്നി. അവൾ പതിയെ അച്ഛൻ്റെ ചെവിയിലേക്ക് കുഞ്ഞ് മറ്റാരും കേൾക്കാത്ത സ്വരത്തിൽ മന്ത്രിച്ചു. അച്ഛാ, ഒന്ന് കണ്ണു തുറക്കൂ. നോക്കൂ, ഇന്ന് നല്ല വെയിലുണ്ട്. പുറത്ത് പക്ഷികൾ ചിലയ്ക്കുന്നുണ്ട്. നമുക്കിന്ന് കുറച്ച് കൂടുതൽ നേരം രാമായണം വായിക്കാം. വേഗം എഴുന്നേൽക്കണേ അച്ഛാ. സിദ്ധാർത്ഥ് പെട്ടെന്ന് നിശബ്ദനായി. ആ വാക്കുകൾ അവൻ്റെ ഉള്ളിലെ രോഷത്തെ തണുപ്പിച്ചു. താൻ ലണ്ടനിൽ ആഡംബരങ്ങളിൽ മതിമറന്ന് ജീവിച്ചപ്പോൾ അച്ഛന് താങ്ങായി നിന്നത് തൻ്റെ രക്തമല്ല, മറിച്ച് ഈ അപരിചിതയായ പെൺകുട്ടിയാണെന്ന തിരിച്ചറിവ് അവനെ തളർത്തിക്കളഞ്ഞു. അവൻ്റെ കൈകൾ താനേ താഴ്ന്നു. അഹങ്കാരത്തോടെ ആക്രോശിച്ച നാവ് പിണഞ്ഞു. നോക്കിക്കേ അച്ഛാ, ഇന്ന് മുഖത്ത് നല്ല തെളിച്ചമുണ്ടല്ലോ. ഞാൻ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസിക്കതിർ കൊണ്ടുവന്നിട്ടുണ്ട്. ദേവു ആ വാത്സല്യത്തോടെയുള്ള സംസാരം തുടരുകയായിരുന്നു. അവൾ കൊണ്ടുവന്ന ചെറിയ പാത്രത്തിൽ നിന്ന് തുളസിക്കതിർ എടുത്ത് അച്ഛൻ്റെ തലയ്ക്കിൽ വെച്ചു. ഇങ്ങനെ മടി പിടിച്ച് കിടന്നാൽ എങ്ങനെയാ? ഞാൻ അച്ഛന് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്ന കഞ്ഞി കുടിക്കണ്ടേ? ചൂടാറുന്നതിന് മുൻപ് എഴുന്നേൽക്കണേ. അവളുടെ വാക്കുകളിൽ ഒരു മകൾക്ക് മാത്രം നൽകാൻ കഴിയുന്ന അധികാരവും സ്നേഹവും ഉണ്ടായിരുന്നു. ആ മുറിയിലെ ബഹളങ്ങളോ തൻ്റെ പിന്നിൽ നിൽക്കുന്ന കോടീശ്വരനായ ഒരു യുവാവിനെയോ അവൾ അറിഞ്ഞതേയില്ല. എല്ലാവരും കൈവിട്ടപ്പോഴും സ്വന്തം മകളെപ്പോലെ രാപ്പകലില്ലാതെ ഈ അച്ഛന് കാവലിരുന്നത് അവളാണ് സാർ. അറ്റൻഡറുടെ വാക്കുകൾ സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ തറച്ചു. ഈ വാർഡിൽ ഇദ്ദേഹത്തിനൊരു പേരുണ്ട്, ദേവുവിൻ്റെ അച്ഛൻ. സ്വന്തം ചോരയും നീരും നൽകി വളർത്തിയ തനിക്ക് കിട്ടാത്ത ഭാഗ്യം ഒരു അപരിചിതയായ പെൺകുട്ടിക്ക് കിട്ടിയിരിക്കുന്നു. സിദ്ധാർത്ഥ് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് കണ്ണുകൾ തുടച്ചു. അവൻ പതുക്കെ ദേവുവിൻ്റെ അടുത്തേക്ക് നടന്നു. വെന്റിലേറ്ററിൻ്റെ നിഴലിനൊപ്പം അവൻ്റെ വലിയ നിഴൽ കൂടി ആ ബെഡിലേക്ക് വീണപ്പോൾ ദേവു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. വില കൂടിയ വസ്ത്രങ്ങളും അധികാരമുള്ള ഭാവവുമുള്ള ആ അപരിചിതനെ കണ്ടപ്പോൾ അവൾ അല്പം ഭയന്നു. എങ്കിലും തൻ്റെ രോഗിക്ക് കാവലായി നിൽക്കുന്ന ഒരു മകളുടെ കരുത്തോടെ അവൾ ചോദിച്ചു, അതെ, ആരാണ് നിങ്ങൾ? എന്താണ് വേണ്ടത്? സിദ്ധാർത്ഥിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം ശതകോടികളുടെ ആസ്തിയുള്ള ആ യുവ വ്യവസായി ആ സാധാരണ നഴ്സിന് മുന്നിൽ കൈകൂപ്പി തൊഴുതു. അവൻ്റെ ശബ്ദം കുറ്റബോധം കൊണ്ട് ഇടറുന്നുണ്ടായിരുന്നു. എൻ്റെ പേര് സിദ്ധാർത്ഥ്. നിങ്ങൾ ഈ അച്ഛനെന്ന് വിളിക്കുന്ന രോഗി ഈ ലോകത്ത് ആരുമില്ലാത്തവനല്ല. അദ്ദേഹം എൻ്റെ അച്ഛനാണ്, ശ്രീ രാഘവൻ പിള്ള. ദേവു അമ്പരന്ന് പോയി. അവളുടെ കയ്യിലിരുന്ന തുളസിക്കതിർ അറിയാതെ താഴെ വീണു. കഴിഞ്ഞ ഒരു മാസമായി താൻ അനാഥനെന്ന് കരുതി ശുശ്രൂഷിച്ച ദൈവത്തെപ്പോലെ സ്നേഹിച്ച് ഈ മനുഷ്യൻ നഗരത്തിലെ ഏറ്റവും വലിയ ധനികൻ്റെ അച്ഛനാണെന്ന സത്യം വിശ്വസിക്കാൻ അവൾക്ക് പ്രയാസമായിരുന്നു. അവൾ മാറി മാറി അവരെ രണ്ടുപേരെയും നോക്കി. സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീണ കണ്ണുനീർത്തുള്ളികൾ രാഘവൻ പിള്ളയുടെ നിശ്ചലമായ കൈകളിൽ പതിച്ചു. ആ സ്പർശനത്തിലാണോ അതോ പ്രായശ്ചിത്തിൻ്റെ ആ നിമിഷത്തിലാണോ എന്നറിയില്ല. മെഷീനുകളുടെ താളം പെട്ടെന്ന് മാറി.
രാഘവൻ പിള്ളയുടെ വിരലുകൾ ഒന്നനങ്ങി. ദേവു സിദ്ധാർത്ഥിന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, എന്ത്, സ്വന്തം അച്ഛനായിരുന്നോ? എന്നിട്ടാണോ സർ ഇത്രയും കാലം തിരിഞ്ഞു നോക്കാതിരുന്നത്? ഒരു മാസമായി ഈ മനുഷ്യനിവിടെ കിടന്നു നരകിക്കുന്നു. അവളുടെ ശബ്ദത്തിൽ ആദരവിനേക്കാൾ കൂടുതൽ ദേഷ്യമായിരുന്നു മുന്നിട്ട് നിന്നത്. മകനുണ്ടായിട്ടും അനാഥനെ പോലെ കഴിയേണ്ടി വന്ന ഗതികേട് ആർക്കും വരരുത്. സിദ്ധാർത്ഥ് തലകുനിച്ചു. തെറ്റു പറ്റിപ്പോയി സഹോദരി, വലിയ തെറ്റ്, മാപ്പർഹിക്കാത്ത തെറ്റ്. പക്ഷേ ഇതിന് ഞാൻ എന്തു പകരം നൽകും? എൻ്റെ അച്ഛൻ്റെ ജീവൻ കാത്തതിന്, എൻ്റെ അച്ഛന് ഞാൻ കൊടുക്കാത്ത സ്നേഹം നൽകിയതിന്. ദേവു ശാന്തമായി പറഞ്ഞു. പകരമോ? എന്തു പകരം? ഞാനൊരു വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല സർ. എൻ്റെ കടമ ചെയ്തു, അത്രമാത്രം. ഇദ്ദേഹത്തിൽ ഞാൻ കണ്ടത് എൻ്റെ അച്ഛനെയാണ്. മക്കൾക്ക് അച്ഛനെ നോക്കാൻ കൂലി വാങ്ങാൻ പറ്റുമോ സർ? സിദ്ധാർത്ഥ് ഉടനെ തന്നെ ഫോൺ എടുത്ത് സിറ്റിയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് വിളിച്ചു. എയർ ആംബുലൻസ് ഏർപ്പാടാക്കി. മിനിറ്റുകൾക്കുള്ളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘം അവിടെ എത്തി. അച്ഛനെ മാറ്റുന്നതിന് മുൻപ് അവൻ തൻ്റെ ചെക്ക് ബുക്ക് എടുത്ത് വലിയൊരു തുക അതിലെഴുതി. വിറയ്ക്കുന്ന കൈകളോടെ ദേവുവിന് നേരെ ആ ചെക്ക് നീട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ദേവു, ഇത് വാങ്ങണം. ഇതൊരു സമ്മാനമായി കരുതരുത്. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമാണ്. എൻ്റെ നന്ദിയാണ്. നിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം മാറ്റാൻ ഇതിന് കഴിയും. ഇത് നീ സ്വീകരിക്കണം. ദേവു ആ ചെക്കിലേക്ക് നോക്കിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും ആ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. ആത്മവിശ്വാസമുള്ള, ആരെയും കൂസാത്ത ഒരു പുഞ്ചിരി. ദേവു ശാന്തമായി പറഞ്ഞു, വേണ്ട സർ, പണത്തിനു വേണ്ടിയല്ല ഞാൻ അച്ഛനെ ശുശ്രൂഷിച്ചത്. സ്നേഹത്തിന് പകരമായി ഈ പണം വാങ്ങാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ഈ പണം വേണ്ട. സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ അവളെ നോക്കി. ജീവിതത്തിൽ ആദ്യമായാണ് ഒരാൾ തൻ്റെ പണത്തിന് മുന്നിൽ മുഖം തിരിക്കുന്നത്. ഈ അച്ഛന് അസുഖം വേഗം ഭേദമാകാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ആ പ്രാർത്ഥനയാണ് എനിക്കുള്ള ഏറ്റവും വലിയ സമ്മാനം. ഈ തുക കൊണ്ട് പണമില്ലാത്തതുകൊണ്ട് മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുന്ന ആർക്കെങ്കിലും സഹായം ചെയ്യൂ സർ. അവരുടെ കണ്ണീരൊപ്പുന്നതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യം. അവൾ അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ കയ്യിലിരുന്ന പേപ്പർ കഷ്ണം വെറും കടലാസ് മാത്രമാണെന്ന് അയാൾക്ക് ബോധ്യമായി. യഥാർത്ഥ സമ്പാദ്യം പണമല്ല, ഇതുപോലുള്ള മനുഷ്യരാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. ആശുപത്രിയിലെ ഇടനാഴിയിൽ ഒരു നിമിഷം നിശബ്ദത തളം കെട്ടി. ഇതുപോലെയുള്ള അനാഥകർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കൂ സർ. ദേവുവിൻ്റെ ആ വാക്കുകൾ അവിടെയുണ്ടായിരുന്നവരുടെ ഉള്ളിൽ തറച്ചു. സ്വന്തം അക്കൗണ്ടിൽ 100 രൂപ പോലും ഇല്ലാത്തവളാണ് മുന്നിൽ നിൽക്കുന്ന 50 ലക്ഷത്തിൻ്റെ ചെക്ക് നിസ്സാരമായി തള്ളിക്കളഞ്ഞത്. അയാൾ തരിച്ചു നിന്നുപോയി. പണം കൊണ്ട് എന്തും കീഴ്പ്പെടുത്താമെന്ന അവൻ്റെ അഹങ്കാരം ആ നിമിഷം ചില്ലുകൊട്ടാരം പോലെ തകർന്നു. അവൻ ചുറ്റും നോക്കി. അത്ഭുതത്തോടെ നോക്കുന്ന നേഴ്സുമാരും അടക്കം പറയുന്ന രോഗികളും. സിദ്ധാർത്ഥ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, സിസ്റ്റർ, ഉടൻ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ ഇങ്ങോട്ട് വിളിക്കൂ. എനിക്കിപ്പോൾ തന്നെ അവരെ കാണണം. മിനിറ്റുകൾക്കുള്ളിൽ സൂപ്രണ്ട് അവിടേക്ക് ഓടിയെത്തി. സിദ്ധാർത്ഥിൻ്റെ ഗൗരവം കണ്ട് എല്ലാവരും എന്തോ വലിയ കുഴപ്പം നടന്നെന്ന ഭീതിയിലായിരുന്നു. വാർഡിലെ രോഗികളും ജീവനക്കാരും അവിടേക്ക് തടിച്ചുകൂടി. സിദ്ധാർത്ഥ് ആ ചെക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവരും കേൾക്കുക. ഇന്ന് ഈ പെൺകുട്ടി എന്നെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. നമ്മൾ പണം കൊണ്ട് അളക്കുന്ന ഈ ലോകത്ത് അതിനേക്കാൾ വിലയുള്ള ഒന്നേയുള്ളൂ. അത് മനുഷ്യത്വമാണ്. ഈ 50 ലക്ഷം രൂപ ഞാൻ തിരികെ എടുക്കുന്നില്ല. അവൻ സൂപ്രണ്ടിന് നേരെ തിരിഞ്ഞു. സാർ, ഈ തുക ഉപയോഗിച്ച് ഈ ആശുപത്രിയിൽ ഒരു ചാരിറ്റി വിങ് തുടങ്ങണം. പണമില്ലാത്തതുകൊണ്ട് ആർക്കും ചികിത്സ മുടങ്ങരുത്. ഈ ഫണ്ടിൻ്റെ പേര് ദേവു ചാരിറ്റി ഫണ്ട് എന്നായിരിക്കും. ഈ പെൺകുട്ടിയുടെ നിസ്സാർത്ഥയുടെ ഓർമ്മയ്ക്കായി. കൂടി നിന്നവർക്കിടയിൽ നിന്ന് ഒരാൾ കൈയടിച്ചു തുടങ്ങി. പിന്നാലെ അത് വലിയൊരു കരഘോഷമായി മാറി. ദേവു ഒന്നും മിണ്ടാതെ നിറഞ്ഞ കണ്ണുകളോടെ ആ അച്ഛൻ്റെ അരികിലേക്ക് നടന്നു. ആ കരഘോഷങ്ങൾക്കിടയിലും സിദ്ധാർത്ഥ് തിരിച്ചറിഞ്ഞു, താൻ നൽകിയ 50 ലക്ഷത്തേക്കാൾ വലിയൊരു നിധി ആ പെൺകുട്ടി തനിക്ക് നൽകിക്കഴിഞ്ഞു. മനസ്സമാധാനം. സിദ്ധാർത്ഥിൻ്റെ ശബ്ദം ആ വലിയ ഹാളിൽ മുഴങ്ങിക്കേട്ടു. എല്ലാവരും ശ്വാസം അടക്കിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. അവൻ ഡോക്ടറുടെ കണ്ണുകളിലേക്ക് നോക്കി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഡോക്ടർ, ഇത് വെറും ഒരു പ്രഖ്യാപനമല്ല, എൻ്റെ വാക്കാണ്. ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായി രാഘവൻ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ എന്ന പേരിൽ ഒരു ലോകോത്തര സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഞാൻ പണിയും. പണമില്ലാത്തവന് ചികിത്സ നിഷേധിക്കപ്പെടാത്ത, ആരും അനാഥരായി മരിക്കാത്ത ഒരിടം. ചുറ്റും നിന്നവരിൽ നിന്ന് ഒരു വിസ്മയ നിശ്വാസം ഉയർന്നു. എന്നാൽ സിദ്ധാർത്ഥ് അവിടെ നിർത്തിയില്ല. അവൻ ദേവുവിനെ നോക്കി വിരൽ ചൂണ്ടി. ആ വലിയ സംരംഭത്തിൻ്റെ മുഖ്യ അഡ്മിനിസ്ട്രേറ്ററും ട്രസ്റ്റിയും ഡയറക്ടറും ഈ ദേവു ആയിരിക്കും. ദേവു ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. കൈകൾ അറിയാതെ കൂപ്പിപ്പോയി. വിശ്വസിക്കാനാവാതെ അവൾ ഇടറുന്ന ശബ്ദത്തിൽ ചോദിച്ചു, ഞാനോ? സർ, എന്താണ് ഈ പറയുന്നത്? ഞാൻ സാധാരണ ഒരു നേഴ്സ് മാത്രമാണ്.
+2-ഉം നഴ്സിംഗ് ഡിപ്ലോമയും മാത്രമുള്ള എനിക്കെങ്ങനെയാണ് ഇത്രയും വലിയൊരു സ്ഥാനം? സിദ്ധാർത്ഥ് അവളുടെ വാക്കുകളെ തടഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. അല്ല ദേവു, ഡിഗ്രിയും സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് ഒരു സ്ഥാപനം നടത്താൻ അറിയുമായിരിക്കും. പക്ഷേ ഒരു ആശുപത്രി നടത്തേണ്ടത് ഹൃദയം കൊണ്ടാണ്. രക്തബന്ധമില്ലാത്ത ഒരു മനുഷ്യനെ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ സ്വന്തം അച്ഛനെ പോലെ സ്നേഹിക്കാൻ കഴിയുന്ന നിങ്ങളെക്കാൾ വലിയൊരു യോഗ്യത ആർക്കാണ് ഈ ലോകത്തുള്ളത്? അവൻ കൂടി നിന്നവരെ എല്ലാവരെയും നോക്കി വീണ്ടും പറഞ്ഞു. ദേവു കാണിച്ചു തന്നത് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പാഠമാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ താക്കോൽ നിന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. കാരണം അവിടെ വരുന്ന ഓരോ രോഗിയും നിനക്ക് വെറും നമ്പറുകളല്ല, സ്വന്തം അച്ഛനും അമ്മയുമായിരിക്കും. ദേവുവിൻ്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ പൊഴിഞ്ഞു. ചുറ്റും കൂടി നിന്ന ആശുപത്രി ജീവനക്കാർ ആവേശത്തോടെ കൈയടിച്ചു. പണത്തിൻ്റെ അഹങ്കാരത്തിൽ നിന്ന് സിദ്ധാർത്ഥ് എന്ന മനുഷ്യൻ സ്നേഹത്തിൻ്റെ പുതിയൊരു ലോകത്തേക്ക് നടന്നു കയറുകയായിരുന്നു. MBA, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പഠനവും വിദേശത്തെ ട്രെയിനിങ്ങും എല്ലാം റോയൽ ഗ്രൂപ്പ് നോക്കിക്കോളും. ഇത് എൻ്റെ അച്ഛന് വേണ്ടിയുള്ള തീരുമാനമാണ്, സമ്മതിക്കണം. സിദ്ധാർത്ഥിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നിറഞ്ഞ കണ്ണുകളോടെ ദേവു സമ്മതിച്ചു. അച്ഛനെ സ്ട്രെച്ചറിലേക്ക് മാറ്റുമ്പോൾ അവൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. പേടിക്കണ്ട അച്ഛാ, ഇനി നല്ല കാലമാണ്. 3 മാസങ്ങൾ കടന്നുപോയി. സ്വകാര്യ ആശുപത്രിയിലെ അത്യാധുനിക ചികിത്സയും വിദഗ്ധ പരിചരണവും ഫലം കണ്ടു തുടങ്ങി. ലണ്ടനിൽ നിന്നെത്തിയ ഡോക്ടർമാരുടെ പ്രത്യേക പരിചരണം അദ്ദേഹത്തിന് ലഭിച്ചു. ഒരു വെളുപ്പിന് പുറത്ത് മഴ പെയ്യുന്ന ശബ്ദം കേട്ട് രാഘവൻ പിള്ള സാവധാനം കണ്ണുകൾ തുറന്നു. വെളിച്ചം കണ്ണുകളിൽ തറച്ചപ്പോൾ അദ്ദേഹം ഒന്ന് ചിമ്മി അടച്ചു. ചുറ്റും അപരിചിതമായ എന്നാൽ സുഖകരമായ അന്തരീക്ഷം. അച്ഛാ, സിദ്ധാർത്ഥിൻ്റെ ശബ്ദം. അദ്ദേഹം തിരിഞ്ഞു നോക്കി. മകനെ കണ്ടപ്പോൾ ആ വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പഴയ പിണക്കങ്ങളെല്ലാം ആ ഒരൊറ്റ നോട്ടത്തിൽ അലിഞ്ഞില്ലാതായി. സിദ്ധാർത്ഥ് അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എന്നോട് ക്ഷമിക്കൂ അച്ഛാ, ഞാൻ വൈകിപ്പോയി. അല്പനേരത്തെ മൗനത്തിന് ശേഷം രാഘവൻ പിള്ള ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദം നേർത്തിരുന്നു. സിദ്ധാർത്ഥ്, എനിക്ക് ചിലതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഞാൻ ആ സർക്കാർ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവിടെ ഒരു മാലാഖ ഉണ്ടായിരുന്നു. ഇരുട്ടിൽ എനിക്ക് കൂട്ടിരുന്നവൾ, എൻ്റെ മകൾ. അവളെവിടെ? അവളുടെ കൈകളുടെ സ്പർശനം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവളുടെ പ്രാർത്ഥനകൾ ഞാൻ കേട്ടിരുന്നു. അവളാണ് എന്നെ തിരിച്ചു വിളിച്ചത്. സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചു. അവൻ വാതിലിന് നേരെ നോക്കി. അവിടെ ദേവു നിൽക്കുന്നുണ്ടായിരുന്നു. പുതിയ വേഷത്തിൽ, അല്പം പരിഭ്രമത്തോടെ, എന്നാൽ സന്തോഷം നിറഞ്ഞ കണ്ണുകളോടെ. സിദ്ധാർത്ഥ് കൈ കാണിച്ചു വിളിച്ചു. ദേവു സാവധാനം അടുത്തു ചെന്നു. രാഘവൻ പിള്ള വിറയ്ക്കുന്ന കൈകൾ നീട്ടി. ദേവു ആ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അദ്ദേഹം അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്തു. മോളെ, നീയാണ് എനിക്ക് പുനർജന്മം തന്നത്. രക്തം കൊണ്ട് മാത്രം ജനിച്ചില്ലെങ്കിലും നീ എൻ്റെ മൂത്ത മകൾ തന്നെയാണ്. ഈ ജന്മം മുഴുവൻ ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ആ മുറിയിൽ ആനന്ദാശ്രുക്കൾ പെയ്തിറങ്ങി. പുറത്ത് മഴ തോർന്ന് വെയിൽ പരക്കുന്നുണ്ടായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം മുംബൈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വെള്ള മാർബിളിൽ തീർത്ത മനോഹരമായ ഒരു കെട്ടിടം തലയുയർത്തി നിൽക്കുന്നു. പ്രവേശന കവാടത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതിയിരിക്കുന്നു: രാഘവൻ പിള്ള ചാരിറ്റബിൾ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ. ഉദ്ഘാടന ചടങ്ങിനെ വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയിട്ടുണ്ട്. മന്ത്രിമാരും പ്രമുഖരും വേദിയിലുണ്ട്. വേദിയിൽ രാഘവൻ പിള്ളയും സിദ്ധാർത്ഥും നിൽക്കുന്നു. മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് മുഴങ്ങി. ഇനി ഈ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ദേവു ദീപം തെളിയിക്കും. കരഘോഷങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം തുളുമ്പുന്ന മുഖത്തോടെ ദേവു വേദിയിലേക്ക് വന്നു. അവൾ നിലവിളക്കിലേക്ക് തിരി തെളിയിച്ചു. ആ വെളിച്ചം അവളുടെ മുഖത്ത് പ്രതിഫലിച്ചു. പഴയ സാധാരണ നേഴ്സായിരുന്ന അവൾ ഇന്ന് ലണ്ടനിൽ നിന്നും ഉന്നത ബിരുദം നേടിയ കഴിവുറ്റ ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. പക്ഷെ അവളുടെ കണ്ണുകളിൽ ഇന്നും ആ പഴയ നേഴ്സിൻ്റെ കരുണ ഉണ്ടായിരുന്നു. പ്രസംഗത്തിനിടയിൽ ദേവു പറഞ്ഞു. അവളുടെ ശബ്ദം ഇടറിയില്ല. ഇതൊരു ആശുപത്രി മാത്രമല്ല, ഇതൊരു ക്ഷേത്രമാണ്. പണമില്ലാത്തതിൻ്റെ പേരിൽ ഇനി ആർക്കും ഇവിടെ ചികിത്സ നിഷേധിക്കില്ല. ആരുമില്ലാത്തവർക്ക് ഇവിടെ മക്കളുണ്ടാകും. എൻ്റെ അച്ഛനെപ്പോലെ ആരും ഇനി ഇവിടെ അനാഥരാകില്ല. ചടങ്ങ് കഴിഞ്ഞ് ദേവു തൻ്റെ വിശാലമായ എയർ കണ്ടീഷൻ ചെയ്ത ക്യാബിനിലേക്ക് നടന്നു. അവിടെ വലിയൊരു ഫ്രെയിമിൽ അവൾ സർക്കാർ ആശുപത്രിയിൽ വെച്ച് രാഘവൻ പിള്ളയെ ശുശ്രൂഷിക്കുന്ന ഒരു പഴയ ഫോട്ടോ തൂക്കിയിട്ടിരുന്നു. അവളുടെ വേരുകൾ അവിടെ മറക്കാതിരിക്കാൻ. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആശുപത്രി മുറ്റത്ത് പാവപ്പെട്ട രോഗികൾ സൗജന്യ മരുന്നുമായി ചിരിച്ചുകൊണ്ട് പോകുന്നു. അവരുടെ മുഖത്തെ സന്തോഷമാണ് അവളുടെ യഥാർത്ഥ സമ്പാദ്യം. പെട്ടെന്ന് അവളുടെ ഫോൺ ബെല്ലടിച്ചു. നാട്ടിൽ നിന്ന് അമ്മയാണ്. മോളെ, നമ്മുടെ പുതിയ വീടിൻ്റെ പണി കഴിഞ്ഞു. പാലുകാച്ചലിന് നീയും സാറും വലിയ അച്ഛനും എല്ലാവരും വരണേ. ദേവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഓലമേഞ്ഞ ആ ചെറിയ വീട്ടിൽ നിന്ന് ഇന്ന് ഈ സാമ്രാജ്യത്തിൻ്റെ തലപ്പത്തേക്ക് അവൾ എത്തിയത് അവളുടെ നിസ്വാർത്ഥത ഒന്നുകൊണ്ട് മാത്രമാണ്. സുഹൃത്തുക്കളെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല.
ഇതൊരു വലിയ തുടക്കമാണ്. ദേവുവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: നിസ്വാർത്ഥമായ ഒരു കർമ്മവും ഒരു തുള്ളി കണ്ണുനീരും പാഴാകില്ല. ഈശ്വരൻ എല്ലാം കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മകൾ ഒരു കാലത്ത് അതിൻ്റെ 10 മടങ്ങ് ശക്തിയോടെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ. സ്വന്തം പിതാവിൻ്റെ രൂപം കണ്ട് അദ്ദേഹത്തെ ജീവന തുല്യം സ്നേഹിച്ചവൾ ആ രോഗി ആരാണെന്നോ എവിടെ നിന്ന് വന്നെന്നോ അവൾക്കറിയില്ലായിരുന്നു. പക്ഷേ വിധിയുടെ കണക്ക് പുസ്തകത്തിൽ ആ നന്മയ്ക്കുള്ള പ്രതിഫലം കുറിക്കപ്പെട്ടിരുന്നു. പണവും മനുഷ്യത്വവും തമ്മിലുള്ള യുദ്ധത്തിൽ മനുഷ്യത്വം വിജയിച്ച കഥയാണിത്. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും എന്നെ അറിയിക്കില്ലേ? കമൻറ്റ് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന ഓപ്ഷൻ വരുവാണെങ്കിൽ അതും കൂടി ചെയ്യണേ. ഇതുപോലെ ഹൃദയസ്പർശിയായ കഥകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? താങ്ക്സ് ഫോർ വാച്ചിങ്.